ഇഷി ഭൃംഗിയുടെ ഭക്തി ശിവഭഗവാനോട് അതീവ ശക്തമായിരുന്നു, പക്ഷേ അതിൽ പാർവതിദേവിക്ക് സ്ഥാനമില്ലായിരുന്നു. ഭൃംഗി ദേവിയെയും ശിവനിൽ നിന്ന് വ്യത്യസ്തമായി കാണുകയും ശിവനെ മാത്രം ആരാധിക്കണം എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ശിവഭഗവാനെ മാത്രമേ ആരാധിക്കേണ്ടതാണെന്ന തന്റെ വിശ്വാസം ഉറപ്പിക്കാൻ ഭൃംഗി കൈലാസത്തിലേക്ക് പോയി. ശിവനും പാർവതിയും ഒരുമിച്ചുണ്ടായിരുന്നു, പക്ഷേ ഭൃംഗി ദേവിയെ നോക്കാതെയും അവഗണിച്ചും ശിവനെ മാത്രം പരിക്രമണം ചെയ്യാൻ ശ്രമിച്ചു. അത് കണ്ടുനിന്ന നന്ദിയും മറ്റു ഋഷിമാരും ഭൃംഗിയെ തടഞ്ഞു. പാർവതിദേവിയെയും അതേ ബഹുമാനത്തോടെ ആരാധിക്കണം എന്ന് അവർ പറഞ്ഞു. പക്ഷേ ഭൃംഗി ഋഷി അത് കേൾക്കാതെ ശിവനെ മാത്രം പരിക്രമണം ചെയ്യാൻ ശ്രമിച്ചു. പാർവതിദേവി ശിവന്റെ അടുത്തേക്ക് നീങ്ങി. ഭൃംഗി ഒരു സർപ്പത്തിന്റെ രൂപം എടുത്തു, ശിവനെ മാത്രം വലയം ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ദേവി വീണ്ടും ശിവന്റെ ഭാഗത്തേക്ക് ചേർന്നു നിന്നു. ഒരു തേനീച്ചയുടെ രൂപത്തിൽ പരിക്രമണം നടത്താനൊരുങ്ങി. ശിവനും പാർവതിയും അർദ്ധനാരീശ്വര രൂപം എടുത്തു. അപ്പോൾ ഇഷി ഭൃംഗി ഒരു എലിയായി പരിവർത്തിതനായി ശിവന്റെ ശരീരത്തിന്റെ പകുതി ഭാഗം കരണ്ടുമാറ്റാൻ തുടങ്ങി. ദേവി ഇത് കണ്ട് അതീവ കോപിതയായി. ഭൃംഗി, ദേവി ഉഗ്രരൂപത്തോടെ ഉച്ചരിച്ചു, നിന്റെ ശരീരവും അമ്മയുടെയും പിതാവിന്റെയും സംയോജനമാണ്. അതിൽ നിന്ന് അമ്മയെ നീക്കം ചെയ്യാൻ ശ്രമിച്ചുവെങ്കിൽ നിന്നിൽ നിന്നും പ്രകൃതിയുടെ തത്വങ്ങൾ ഇല്ലാതാകട്ടെ. ദേവിയുടെ ശാപത്തോടെ ഇഷി നിലത്തു വീണു. അദ്ദേഹത്തിന്റെ ശരീരത്തിലെ മുഴുവൻ മാംസളഭാഗങ്ങളും നഷ്ടപ്പെട്ടു. ശേഷിച്ചത് അസ്ഥികൂടം മാത്രമായിരുന്നു. അപ്പോൾ ഭൃംഗിക്ക് തന്റെ തെറ്റ് മനസ്സിലായി. ശിവനും പാർവതിയും രണ്ടല്ല, ഒന്നാണ്. അദ്ദേഹം ദേവിയുടെ പാദങ്ങളിൽ വീണു ക്ഷമാപണം നടത്തി. ദേവി, ഞാനീ രൂപത്തിൽ തന്നെ ഇരിക്കട്ടെ. എന്റെ ഈ അവസ്ഥ ലോകത്തിന് ഒരു പാഠമാകട്ടെ. പാർവതിദേവി തന്റെ ഉഗ്രരൂപം ശാന്തമാക്കി ഭൃംഗിയെ ക്ഷമിച്ചു. അദ്ദേഹത്തിന്റെ ഭക്തിയെയും പക്വതയെയും അംഗീകരിച്ചു. ശിവഭഗവാൻ ഭൃംഗിക്ക് ഒരു കാല് വരദാനമായി നൽകി. ശിവപാർവതി രണ്ടല്ല, ഒരൊന്നാണ്. പ്രകൃതി ഇല്ലെങ്കിൽ ശിവനും ഇല്ല എന്ന് അദ്ദേഹം ഉപദേശിച്ചു. അതിനുശേഷം ഭൃംഗി ആശ്രമത്തിൽ തിരിച്ചുപോയി തന്റെ പുനർജന്മം ശിവശക്തി തത്വങ്ങൾ പ്രചരിപ്പിക്കാൻ അർപ്പിച്ചു.